നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ ശാസ്ത്രത്തിലെ ശനിദേവനെ നമ്മൾ ക്രൂരനായ ഗ്രഹദേവനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വാസ്തവത്തിലുണ്ടല്ലോ, ശനി നീതിയുടെ ദൈവമാണ്. അവൻ ഓരോ വ്യക്തികൾക്കും അവരുടെ പ്രവർത്തികളുടെ ഫലമാണ് നൽകപ്പെടുന്നത്. ധനികനോ ദരിദ്രനോ രാജാവോ സാധാരണക്കാരനോ അങ്ങനെ എല്ലാവർക്കും അവരുടെ കൃത്യമായ ഫലമാണ് നൽകപ്പെടുന്നത്. ശനി എപ്പോഴും പ്രതികൂല ഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അത് ശരിയല്ല. ചില രാശികളിലുള്ള ആളുകൾക്കുണ്ടല്ലോ, ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ ശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് ആ ഭാഗ്യവാന്മാരായ രാശികൾ ആരൊക്കെയെന്ന് പരിശോധിക്കാം. ജ്യോതിഷപരമായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ 2026 വർഷം വളരെ സവിശേഷമായിരിക്കും. കർമ്മദാതാവും വിധികർത്താവുമായിട്ട് പരിഗണിക്കപ്പെടുന്ന ശനിയുണ്ടല്ലോ, മീനരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാനം മുഴുവൻ 2026 വർഷം നിലനിൽക്കും. ഈ കാലയളവില് ശനി നേർരേഖ, പിന്നോക്കാവസ്ഥ, നക്ഷത്ര രാശികൾ എന്നീ നിലകളിലൂടെയും മാറും. പുതുവർഷത്തിലെ ശനി മീനരാശിയിൽ നേർരേഖയായിരിക്കും. ഇപ്പൊ 2026 പിന്നോക്കാവസ്ഥയിലേക്ക് മാറുകയും വർഷാവസാനം വീണ്ടും നേർരേഖയായിട്ട് മാറുകയും ചെയ്യും. ഈ സമയത്ത് ഇടവം, തുലാം, മകരം രാശികളോട് ശനി ഏറ്റവും അനുകൂലമായ ഭാവമാണ് കാണിക്കുന്നത്. 2026 ശനി ഇടവം രാശിയിൽ നിന്നും 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. ഇത് നിങ്ങളുടെ വരുമാനത്തിനും ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിനും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിട്ട് മാറും. തുലാം രാശിയിൽ നിന്ന് ശനി 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് വഴി രോഗങ്ങൾ, ശത്രുക്കൾ എന്നിവയെ സംബന്ധിച്ച ഒരു ഭാവമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സമയത്തുണ്ടല്ലോ, ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് അവരെ എതിർക്കാനായിട്ട് സാധിക്കും. സ്ഥിരമായ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്തും നിക്ഷേപങ്ങളിലൊക്കെ ലാഭം വർദ്ധിക്കുകയും കുടുങ്ങിക്കിടക്കുന്ന ഫണ്ടുകളൊക്കെ തിരികെ കിട്ടാനൊക്കെ സാധിക്കും. നിങ്ങളുടെ ഭരണഗ്രഹമായ ശനി മകരത്തിൽ പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ മീനരാശിയിലെ ശനിയുടെ സാന്നിധ്യം നിങ്ങളുടെ ലഗ്നത്തിലും സമ്പത്തിന്റെ ഭാവത്തിലും ഗുണപരമായ സ്വാധീനമാണ് ചെലുത്തപ്പെടുന്നത്. ഈ വർഷം എന്താ പറയാ, കഠിനാധ്വാനത്തിനൊപ്പം സാമ്പത്തിക സ്ഥിതിയൊക്കെ ശക്തപ്പെടുകയും പണമൊക്കെ സമ്പാദിക്കാനുള്ള പുതിയ അവസരങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യും. ഇനി നമുക്ക് ഭാഗ്യരാശികളുടെ രാശിഫലത്തിലേക്ക് കിടക്കാം. മകരം, ഇടവം, തുലാം ഇവയാണ് ആ ഭാഗ്യരാശികൾ. അപ്പൊ ആദ്യം നമുക്ക് മകരം രാശിയിലേക്ക് കടക്കാം. മകരം രാശിക്കാരെ ശനിയുടെ രാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ രാശിക്കാർ കഠിനാധ്വാനികളും ക്ഷമയുള്ളവരും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുമായിരിക്കും. അവർ എല്ലായ്പ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കഠിനാധ്വാനത്തെ അവർ ഭയപ്പെടാറില്ല. ശനിയുടെ അനുഗ്രഹത്താല് മകരം രാശിക്കാർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ എളുപ്പത്തിൽ നേരിടാനായിട്ട് കഴിയും. അവസാനം വിജയത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്തത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാരെ ശനി ത്രികോണ രാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടവൻ രാശിക്കാരുടെ സ്വഭാവത്തിൽ ദാനശീലരും അതുപോലെ തന്നെ ശാന്തിയും സഹനശീലവും ഒക്കെ കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ അവർ എല്ലായ്പ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും. ശനിദേവൻ ഈ വ്യക്തികൾക്ക് മാനസിക ശക്തിയും ജ്ഞാനവും സ്ഥിരതയും ഒക്കെ നൽകപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരാമെങ്കിലും ഈ ഇടവൻ രാശിക്കാർക്ക് അവയെ ക്ഷമയോടെയും വിവേകത്തോടെയും ഒക്കെ നേരിടാനായിട്ട് സാധിക്കും. ശനിദേവന്റെ അനുഗ്രഹത്താല് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് സ്വാധീനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അവസാനമായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ ശനിദേവന്റെ അനുഗ്രഹം പ്രാപിച്ച രാശികളിലുണ്ടല്ലോ, ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അവർ സന്തുലിത സ്വഭാവമുള്ളവരും നീതിപരമായിട്ടും സാമൂഹികപരമായിട്ടും ശ്രദ്ധാപൂർവമായി പെരുമാറുന്നവരുമായിരിക്കും. ജീവിതത്തിലെ സമതുലിതാവസ്ഥയും ഐക്യവും നിലനിർത്താനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കും. കഠിനാധ്വാനം, ജ്ഞാനം, ദീർഘദൃഷ്ടി എന്നിവയിലൊക്കെ വിജയിക്കാനായിട്ട് ശനി നിങ്ങളുടെ എന്താ പറയാ ഒരു സഹായമായിട്ട് നിലനിൽക്കും. തുലാം രാശിക്കാർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകപൂർവ്വം ഒക്കെ പരിഹരിക്കാനായിട്ടും സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.